ഹലോ ഫ്രണ്ട്സ്, രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പോക്കറ്റ് കാലിയാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം ചിലർ ജോലിയില്ലാതെ പോലും കോടികൾ സമ്പാദിക്കുന്നു. എന്താണ് യഥാർത്ഥ വ്യത്യാസം? ഈ ചോദ്യം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഊഴമായിരിക്കാം. പൂർണ്ണമായും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. പണമില്ല, സ്വാധീനമില്ല, പിന്തുണയില്ല. എന്നിട്ടും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അയാൾ കോടികളുടെ ഉടമയായി മാറുന്നു. ഇത് ഭാഗ്യത്തിന്റെ മാത്രം കളിയാണോ? അല്ല, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ചിന്തയുടെ കഥയാണിത്. ഇത് പ്രയാസങ്ങളെ ഭയക്കാത്തവരുടെ യാത്രയാണ്. പലതവണ വീണിട്ടും എഴുന്നേൽക്കുകയും വിജയം അവരുടെ കാൽ കീഴിലാകുന്നത് വരെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരുടെ കഥ. പണം സമ്പാദിക്കുന്നത് വിധിയുടെ കളിയാണെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സമ്പത്ത് ഒരു ചിന്തയിൽ നിന്നും, ഒരു സംവിധാനത്തിൽ നിന്നും, ഒരു മാനസികാവസ്ഥയിൽ നിന്നും വരുന്നതാണ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം? വിഭവങ്ങളില്ലാതെ ഇത് സാധ്യമാണോ? ഇന്നും ഒരാൾക്ക് പൂജ്യത്തിൽ നിന്ന് ഹീറോ ആകാൻ കഴിയുമോ? ഈ പുസ്തകത്തിൽ നിങ്ങളുടെ ജീവിതത്തിനെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിയുന്ന വഴികൾ ഓരോന്നായി വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെറിയ ചിന്തകൾ വലിയ വിജയത്തിന് തടസ്സമാകുന്നതെന്നും എങ്ങനെയാണ് സാധാരണ ശീലങ്ങൾ അസാധാരണമായ ഫലങ്ങൾ നൽകുന്നതെന്നും ഇതിൽ പറയുന്നു. നിങ്ങൾ ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുകയാണെങ്കിൽ യഥാർത്ഥ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ഈ പുസ്തകം. കോടീശ്വരനാകുന്നത് ഒരു ബാങ്ക് ബാലൻസ് മാത്രമല്ല, അതൊരു കാഴ്ചപ്പാടാണ്. ആളുകൾ നിങ്ങളെ വിലമതിക്കണമെന്നും ഞാനിത് ചെയ്തു കാണിച്ചു എന്ന് നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളോട് തന്നെയും അഭിമാനത്തോടെ പറയാൻ കഴിയണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. പരിധികൾ തകർക്കാൻ നിങ്ങൾ തയ്യാറാണോ? പൂജ്യത്തിൽ നിന്ന് തുടങ്ങി കോടികളിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ നിങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ചിന്തയെ സ്വീകരിക്കാനുള്ള സമയമാണ്. കാരണം നിങ്ങൾ താഴെത്തട്ടിൽ നിന്നായിരിക്കാം വന്നത്, എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം താഴെയല്ല. അധ്യായം 1: ഉണരുക. ഇതാണ് സമയം. യഥാർത്ഥ മാറ്റം വരുന്നത് നിങ്ങളുടെ നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ അസ്വസ്ഥനാകുമ്പോഴാണ്. ഇതാണോ എൻ്റെ വിധി എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ചെറിയ ആഘാതം നിങ്ങളുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. അവിടെ നിന്നാണ് ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ ഉറക്കം കെടുത്തുന്ന ഒരു നിമിഷം വരും. കിടക്കയിൽ ഉറക്കമല്ല, ചിന്തയുടെ ഉറക്കം. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും മാസാവസാനം കാലിയായ പോക്കറ്റുമായി വീട്ടിലെത്തിയ ഒരു സാധാരണ മനുഷ്യൻ. ഒരു ദിവസം അവന്റെ ചെറിയ മകൻ നിഷ്കളങ്കമായി ചോദിച്ചു, അച്ഛാ, നമുക്ക് എപ്പോഴെങ്കിലും പണക്കാരനാകാൻ കഴിയുമോ? ആ ചോദ്യം അവന്റെ ഹൃദയം പിളർത്തി. ആ നിമിഷം അവൻ തീരുമാനിച്ചു, ഇനി ഇങ്ങനെ പറ്റില്ല. ഉള്ളിൽ നിന്ന് എനിക്കിപ്പോൾ എന്തെങ്കിലും മാറ്റണം എന്നൊരു നിലവിളി ഉയരുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. പുറത്തു നിന്നുള്ള ഒരു മാന്ത്രിക വിദ്യയുടെയും ആവശ്യമില്ല. വേണ്ടത് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നതാണ്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് നിങ്ങൾ സ്വയം അംഗീകരിക്കുമ്പോൾ മാത്രമാണ് മാറ്റം ആരംഭിക്കുന്നത്. നിങ്ങളുടെ കഥ ആരംഭിക്കുന്നത് കോടിക്കണക്കിന് ആളുകളുടെ കഥ ആരംഭിച്ച അതേ പൂജ്യത്തിൽ നിന്നാണ്. വ്യത്യാസം ഇത്രമാത്രം: ചിലർ സാഹചര്യങ്ങളെ ഒഴിവുകഴിവുകളായി ഉപയോഗിക്കുന്നു, മറ്റു ചിലർ അവയെ ആയുധമാക്കുന്നു. അധ്യായം 2: മില്യണർ മാനസികാവസ്ഥ. ഒരു മില്യണറുടെ മാനസികാവസ്ഥ എങ്ങനെ നിർമ്മിക്കാം? ചിന്ത മാറ്റൂ, വിധി മാറും. ഒരേ സാഹചര്യത്തിൽ രണ്ട് മനുഷ്യർ രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്. ദരിദ്രമായ ചിന്ത പറയുന്നു, ഒരു ജോലി കിട്ടിയാൽ മതി. സമ്പന്നമായ ചിന്ത പറയുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ മൂല്യം വർദ്ധിപ്പിക്കാനും സ്വന്തമായി വരുമാനമുണ്ടാക്കാനും കഴിയുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യണം. സാധാരണ ചിന്ത വിശ്രമം ആഗ്രഹിക്കുന്നു. മില്യണർ മാനസികാവസ്ഥ അസൗകര്യങ്ങളെ സ്വീകരിക്കുന്നു. കാരണം യഥാർത്ഥ വളർച്ച വേദനകൾക്കപ്പുറത്താണെന്ന് അതിനറിയാം. നിങ്ങളുടെ മനസ്സൊരു പൂന്തോട്ടം പോലെയാണ്. അതിൽ സംശയം, ഭയം, മടി എന്നിവയുടെ വിത്തുകൾ വിതച്ചാൽ ദാരിദ്ര്യത്തിന്റെയും ഖേദത്തിന്റെയും വിള മാത്രമേ കൊയ്യാൻ സാധിക്കൂ. എന്നാൽ അതിൽ വിശ്വാസം, അച്ചടക്കം, ധൈര്യം എന്നിവയുടെ വിത്തുകൾ വിതച്ചാൽ സമ്പന്നതയുടെ വിളവെടുപ്പ് തീർച്ചയായും ഉറപ്പാണ്. അധ്യായം 3: നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, സ്വപ്നങ്ങൾക്ക് ദിശാബോധം നൽകുക. നിങ്ങളൊരു ട്രെയിനിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. പക്ഷേ എവിടെയാണ് എത്തേണ്ടതെന്ന്, ഏതാണ് വഴിയെന്ന് അറിയില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ കഴിയുമോ ഇങ്ങനെ? ഇല്ല. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾ ജീവിതം ജീവിക്കുകയല്ല, തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്, എന്നാൽ അവ നേടണമെങ്കിൽ അവയെ ലക്ഷ്യങ്ങളാക്കി മാറ്റണം. സ്മാർട്ടായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അധ്യായം 4: ആദ്യം ലാഭിക്കുക, പിന്നെ ചെലവഴിക്കുക. സമ്പന്നതയുടെ ആദ്യശീലം. മിക്ക ആളുകളും മാസാവസാനം ചിന്തിക്കുന്നു, പണം എവിടെ പോയെന്നറിയില്ല. യഥാർത്ഥത്തിൽ പണം എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് അവർ പഠിച്ചിട്ടില്ല. നിയമം ഇതാണ്: ചെലവഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ലാഭിക്കരുത്, ലാഭിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചെലവഴിക്കുക. പണം ലാഭിക്കുന്നത്, സേവ് ചെയ്യുന്നത് ഒരു സാമ്പത്തിക ശീലം മാത്രമല്ല, ആത്മാഭിമാനത്തിന്റെ അടയാളം കൂടിയാണ്.
എല്ലാ മാസവും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ആദ്യം ലാഭിക്കുമ്പോൾ നിങ്ങൾ ബാലൻസ് ഉണ്ടാക്കുകയല്ല, നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. അധ്യായം 5. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക. സമ്പന്നത ഒരു വഴിയല്ല, ഒരു ഹൈവേ ആണ്. ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് ഇന്നത്തെ കാലത്ത് സ്വയം അപകടത്തിൽപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരു കസേരയ്ക്ക് ഒരൊറ്റ കാലിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഒരൊറ്റ വരുമാനത്തെ ആശ്രയിക്കാൻ കഴിയില്ല. സമ്പന്നരായ ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ തങ്ങളുടെ വരുമാനത്തെ വൈവിധ്യവൽക്കരിക്കുന്നു. ഒരു വരുമാനം സജീവമായിരിക്കും, അതായത് ആക്റ്റീവ് ഇൻകം, ജോലി അല്ലെങ്കിൽ ബിസിനസ് പോലെ. ബാക്കിയുള്ളവ നിഷ്ക്രിയമായിരിക്കും. വാടക വരുമാനം, സ്റ്റോക്കുകൾ, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ, റോയൽറ്റി. നിങ്ങൾ ഉറങ്ങുമ്പോഴും പണം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് യഥാർത്ഥ സമ്പന്നത. അധ്യായം 6. സ്വയം വിൽക്കാൻ പഠിക്കുക. പണം വിശ്വാസത്തിൽ നിന്ന് വരുന്നു. ലോകം പണം നൽകുന്നത് അതിന് വിശ്വാസമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് സ്വയം വിൽക്കുക, അതായത് നിങ്ങളുടെ മൂല്യം ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് സമ്പന്നതയുടെ താൽക്കോൽ. നിങ്ങൾ ഒരു ഫ്രീലാൻസറോ കടയുടമയോ പ്രൊഫഷണലോ വിദ്യാർത്ഥിയോ ആകട്ടെ, നിങ്ങൾ സ്വയം വില കുറിച്ച് കണ്ടാൽ ലോകം നിങ്ങളെ അതിലും കുറച്ചേ കാണൂ. നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ ശ്രദ്ധിക്കുക. ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഥ വിശ്വാസത്തോടെ പറയുക. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കറൻസി. അധ്യായം 7. പരാജയത്തെ സ്വീകരിക്കുക. പരാജയപ്പെടരുത്, പരാജയപ്പെട്ട് പഠിക്കുക. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം ഒന്നിൽ മാത്രമാണ്. പരാജയത്തിന്റെ നിർവചനത്തിൽ ദരിദ്രമായ ചിന്ത പറയുന്നു, ഞാൻ പരാജയപ്പെട്ടു, അതിനർത്ഥം ഞാൻ തോറ്റു. സമ്പന്നമായ ചിന്ത പറയുന്നു, ഞാൻ പരാജയപ്പെട്ടു, അതിനർത്ഥം ഞാൻ പഠിക്കുകയാണ്. ഓരോ പരാജയവും ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ഗോവണിയിലേക്ക് ഓരോ പടിയാണ്. ഓരോ ഇല്ല, അതായത് നോ പറയുമ്പോൾ നിങ്ങൾ ജീവിതം മാറ്റിമറിക്കുന്ന ആ ഒരു യെസ്സിലേക്ക് അടുപ്പിക്കുന്നു. അധ്യായം 8. സമ്പന്നനാകുന്നത് ഒരു യാത്രയാണ്, ലക്ഷ്യമല്ല. അതൊരു ശീലമാണ്. സമ്പന്നനാകുന്നത് ഒരു ദിവസത്തെ സംഭവമല്ല, അത് ദിവസേനയുള്ള ശീലങ്ങളുടെ ഫലമാണ്. ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ദിവസവും വ്യായാമം ചെയ്യുന്നത് പോലെ പണത്തെക്കുറിച്ചുള്ള മാനസികാവസ്ഥയെ ശക്തിപ്പെടുത്താൻ ദിവസവും പരിശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും സ്വയം ചോദിക്കുക, ഞാനിന്ന് പുതിയ എന്തെങ്കിലും പഠിച്ചു? ഞാനിന്ന് പണവുമായി ബന്ധപ്പെട്ട് ശരിയായ തീരുമാനമെടുത്തു? ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു? ദിവസവും ചെറിയ ചുവടുകൾ വയ്ക്കുക, വിശ്വസിക്കുക, ലക്ഷ്യം താനെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അധ്യായം 9. സമയം പണമാണ്. സമയത്തെ കൈകാര്യം ചെയ്യുക, പണം താനേ കൈകാര്യം ചെയ്യപ്പെടും. ഓരോ സമ്പന്നന്റെയും ഏറ്റവും വലിയ മൂലധനം അവന്റെ സമയമാണ്. കാരണം പണം നഷ്ടപ്പെട്ടാൽ തിരികെ ലഭിച്ചേക്കാം, എന്നാൽ സമയം ഒരിക്കൽ പോയാൽ തിരികെ വരില്ല. ദരിദ്രമായ മാനസികാവസ്ഥ സമയം കൊല്ലാനുള്ള വഴികൾ തേടുന്നു. സമ്പന്നമായ മാനസികാവസ്ഥ സമയം ഉപയോഗിക്കാനുള്ള വഴികൾ തേടുന്നു. സമയം ക്രമീകരിക്കുക. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉപയോഗിക്കുക, തയ്യാറാക്കുക. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കുക. സോഷ്യൽ മീഡിയ സമയം നിരീക്ഷിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം ചെയ്യുക. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന തത്വം അല്ലെങ്കിൽ 80-20 നിയമം സ്വീകരിക്കുക. 80% ഫലങ്ങളും വരുന്നത് 20% പ്രവൃത്തികളിൽ നിന്നാണ്. നിങ്ങളുടെ ഓരോ മണിക്കൂറിന്റെയും വില നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. അധ്യായം 10. വിവരമല്ല, പ്രായോഗികമാക്കലാണ് പ്രധാനം. പഠിക്കുക, ഉടൻ നടപ്പിലാക്കുക. ഇന്നത്തെ ലോകത്ത് വിവരങ്ങൾക്ക് ഒരു കുറവുമില്ല. എല്ലായിടത്തും അറിവുണ്ട്. പുസ്തകങ്ങളിൽ, യൂട്യൂബിൽ, പോഡ്കാസ്റ്റിൽ. എന്നാൽ വ്യത്യാസം വരുന്നത് പഠിച്ച കാര്യങ്ങൾ ഉടൻ പ്രവർത്തിയിൽ കൊണ്ടുവരുന്നവർക്ക് മാത്രമാണ്. മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റ്: 10 മോട്ടിവേഷണൽ വീഡിയോ കാണും, 5 പുസ്തകങ്ങൾ വായിക്കും, പക്ഷെ ഒരൊറ്റ ചുവട് പോലും മുന്നോട്ട് വയ്ക്കില്ല. മില്യണർ മാനസികാവസ്ഥ പറയുന്നു, പ്രവൃത്തിയേക്കാൾ വലിയ ഒരു പരിശീലനകനില്ല. എത്രത്തോളം പഠിക്കുന്നുവോ അത്രയും ഉടൻ തന്നെ ഏതെങ്കിലും രൂപത്തിൽ പ്രയോഗത്തിൽ വരുത്തുക. ചിന്തിച്ചത് കൊണ്ട് മാത്രം ഒന്നും മാറില്ല. ചിന്തയെ ശീലമാക്കി മാറ്റുമ്പോഴാണ് മാറ്റം വരുന്നത്. അധ്യായം 11. നെറ്റ്വർക്ക് ആണ് നെറ്റ്വർത്ത്. ശരിയായ ആളുകളുമായുള്ള ബന്ധം സ്ഥാപിക്കുക. ചിന്തകൾ ഉയരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ. ദരിദ്രമായ ചിന്താഗതിയുള്ളവർക്ക് പരിമിതമായ ചിന്തകളാണ് ഉണ്ടാവുക. അതേസമയം വളർച്ചാ മനോഭാവമുള്ളവർ നിങ്ങളുടെ ചിന്തകളെ ആകാശത്തോളം എത്തിക്കും. എങ്ങനെ ശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാക്കാം? പഠിക്കുന്ന സമൂഹങ്ങളിൽ ചേരുക, സ്വയം വളരുന്ന ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുക, ഡിജിറ്റൽ നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുക, ലിങ്ക്ഡ്ഇൻ, ഡിസ്കോർഡ്, ടെലിഗ്രാം എന്നിവ. ഒരു ബന്ധത്തിന് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും. അധ്യായം 12. ശക്തമായി അവസാനിപ്പിക്കുക. എല്ലാവരും തുടങ്ങുന്നു, ചിലർ മാത്രം അവസാനിപ്പിക്കുന്നു. പലരും ആവേശത്തോടെ തുടങ്ങുന്നു, എന്നാൽ പതുക്കെ തണുത്തു പോകുന്നു. കാരണം അവർക്ക് ഫലം ഉടൻ വേണം. എന്നാൽ സമ്പന്നതയുടെ കഥ ദീർഘമാണ്. അത് മാരത്തൺ പോലെ ഓടണം, സ്പ്രിന്റ് പോലെയല്ല. മില്യണർ മാനസികാവസ്ഥയുടെ അവസാന മന്ത്രം ഇതാണ്: ഉപേക്ഷിക്കുന്നത് എളുപ്പമാണ്, വിജയിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കുന്നവനാണ് ചരിത്രം രചിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നത്തിനായിട്ട് ഒരു ചുവട് വയ്ക്കുക. എല്ലാ ദിവസവും അല്പം കൂടി അച്ചടക്കം കൊണ്ടുവരിക. എല്ലാ ദിവസവും സ്വയം പറയുക, ഞാനിവിടെ അവസാനിപ്പിക്കാനല്ല, വിജയിക്കാനാണ് വന്നത്. അധ്യായം 13. പണത്തിന് വേണ്ടി ജോലി ചെയ്യരുത്, പണത്തെ നിങ്ങൾക്കായി ജോലി ചെയ്യുക.
പലരും ജീവിതകാലം മുഴുവൻ ഒരേ ഓട്ടത്തിലാണ്. രാവിലെ എഴുന്നേൽക്കുക, ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക, ചെലവഴിക്കുക. വീണ്ടും അതേ ചക്രം ആവർത്തിക്കുന്നു. എന്നാൽ മില്യണർ മാനസികാവസ്ഥ ഇത് അംഗീകരിക്കുന്നില്ല. യഥാർത്ഥ സമ്പന്നൻ പണം സമ്പാദിച്ച ശേഷം അതിനെ വിശ്രമിക്കാൻ അനുവദിക്കാത്തവനാണ്. പണം ഒരു നല്ല വേലക്കാരനാണ്, എന്നാൽ മോശം യജമാനനാണ്. പണത്തെ എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാം? നിക്ഷേപത്തിന് മുൻഗണന നൽകുക. സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, SIP-കൾ, റിയൽ എസ്റ്റേറ്റ്, ഡിജിറ്റൽ അസറ്റുകൾ, ശരിയായ നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ച പണം ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവധിയില്ലാതെ ജോലി ചെയ്യും. നിഷ്ക്രിയ വരുമാനത്തിന്റെ തന്ത്രം സ്വീകരിക്കുക. ഓൺലൈൻ കോഴ്സുകൾ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ, വാടക വരുമാനം. നിങ്ങൾ ഉറങ്ങുമ്പോഴും വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം നിർമ്മിക്കുക. പുനർനിക്ഷേപം ശീലമാക്കുക. ഒരിക്കൽ സമ്പാദിച്ച പണം വീണ്ടും ബിസിനസ്സിലോ നിക്ഷേപത്തിലോ ഇടുക. ഈ ശീലമാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രികത കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് പണം നിങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടത്? കാരണം നിങ്ങൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യാത്തിടത്തോളം നിങ്ങൾ സമയത്തിന്റെ അടിമയായിരിക്കും. എന്നാൽ ഏത് ദിവസം പണം നിങ്ങൾക്കായി ജോലി ചെയ്യാൻ തുടങ്ങുന്നുവോ ആ ദിവസം മുതൽ നിങ്ങൾ സ്വതന്ത്രനായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കാര്യമായി തന്നെയാണ് ഇതിനെ കാണുന്നത് എന്നാണ്. അതുകൊണ്ട് താഴെ കമന്റ് ബോക്സിൽ ഞാൻ പണം എനിക്ക് വേണ്ടി ജോലി ചെയ്യിക്കും എന്നെഴുതുക. ഈ അറിവ് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.